ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേയിലുള്ള ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എങ്ങോട്ടെങ്കിലും ടൂറെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ 4-5 ഫ്രണ്ട്സ് എല്ലാം വച്ച് നിങ്ങൾ ഒരു ടൂറെല്ലാം പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഗൂഗിൾ പേ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ടൂറെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഓരോരുത്തർക്കും വരുന്ന എക്സ്പെൻസ് കറക്റ്റായി സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ ഇതിൽ ഈ ഒരു ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഈ പേയ്മെൻ്റ് എല്ലാം ഒരുപോലെ സ്പ്ലിറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു കാര്യമൊന്നും ചെയ്തു നോക്കാത്തവർ തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം ചെയ്തു നോക്കുക. എങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ടൂറിൽ വരാൻ പോകുന്ന ഒരു പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ ഒരു മെമ്പറിനെ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഈ ഒരു സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എ ന്യൂ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്റ്റാർട്ട് എ ന്യൂ ഗ്രൂപ്പ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ആരെല്ലാമാണോ ഈ ഒരു ടൂറിലേക്ക് പങ്കെടുക്കുന്നത് അവരെയെല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 5 പേരെ വേണമെങ്കിൽ 10 പേരെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എത്ര പേരാണോ പോകുന്നത് അവരെയെല്ലാം തന്നെ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ നമ്പർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വെറും 2 മെമ്പർ മാത്രമാണുള്ളത്. ഇത്തരത്തിൽ ആഡ് എ പേഴ്സൺ എന്നൊരു ഓപ്ഷനാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നവരെല്ലാം തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആകുന്നത് കാണാം. ഇനി ഇവിടെ മുകളിലായി നമുക്കിവിടെ ഗ്രൂപ്പ് നെയിം എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന് ഒരു പേരെല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗോവ ട്രിപ്പ് എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇവിടെ ഈ സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്നൊരു ഓപ്ഷൻ താഴെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എത്ര എമൗണ്ടാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് വരുന്നത് എന്നതാണ്. ഇപ്പോൾ നമുക്കൊരു 1500 രൂപയാണ് വരുന്നത് എന്ന് കരുതുക. ഇത് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. കറക്റ്റായ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് എല്ലാം തന്നെ സ്പ്ലിറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 2 മെമ്പറാണെങ്കിൽ 1500 ഡിവൈഡഡ് ബൈ 2 750 എന്ന് വന്നിട്ടുണ്ട്. ഇനി 10 ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 150 വെച്ച് ഓരോ ആൾക്കും ഇതുപോലെ വരുന്നതാണ്. അതിനുശേഷം ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഈ എമൗണ്ട് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് റിക്വസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് കറക്റ്റായി ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം, ഇത്ര എമൗണ്ടാണ് വരുന്നത് എന്ന് അവർക്ക് സെൻഡ് ആവുകയും അവിടെ നിന്ന് അവർക്ക് പേയ്മെൻ്റ് ഒന്നും എൻ്റർ ചെയ്യാതെ തന്നെ കറക്റ്റായ ആ എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് അവർക്ക് പേയ്മെൻ്റ് എല്ലാം നടത്താനും സാധിക്കും. അതിനാൽ തന്നെ ഒരു ട്രിപ്പ് എല്ലാം ഓർഗനൈസ് ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് സെൻഡ് റിക്വസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും ഈ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് എല്ലാം സെൻഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഈ ഒരു ഗ്രൂപ്പ് ഒന്നും നമുക്ക് പിന്നീട് ആവശ്യമില്ല എങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്നതിൽ പോവുക. ആദ്യം ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്നും വേണ്ട മെമ്പേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ലീവ് ഗ്രൂപ്പ് എന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.